ഇന്നിതാ നമ്മൾ നല്ല നാടൻ അവില് കറിയായിട്ട് വെക്കുന്നത്. അത് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലാണ്. അപ്പോൾ തൃശ്ശൂരാണെങ്കിലും പലതരത്തിലാണ് പല ഭാഗങ്ങളിൽ വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കഷ്ണങ്ങൾ ബീൻസ്, പച്ചപ്പയർ, അതേപോലെ തന്നെ നേന്ത്രയ്ക്ക, ക്യാരറ്റ്, വെള്ളരിക്ക, ചേന, മുരിങ്ങയ്ക്ക ഇത്രയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എന്ത് വേണേലും എടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മത്തങ്ങയും അതേപോലെ പടവലങ്ങയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ല. അപ്പം ആദ്യം ചീനച്ചട്ടിയിലേക്ക് ഞാൻ മുരിങ്ങയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നല്ല വേവുള്ള പച്ചക്കറി ഏറ്റവും അടിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി വേവാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എല്ലാ കഷ്ണത്തോടൊപ്പം കറക്റ്റായിട്ട് വെന്ത് വന്നോളൂ. അതിന് വേണ്ടിയിട്ടാട്ടോ. എൻ്റെ വീട്ടിലൊന്നും വെക്കുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെയല്ല, എല്ലാ പച്ചക്കറികളും കൂടി മിക്സ് ആക്കിയിട്ടാണ് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വേപ്പിലയും ഇഞ്ചിയൊക്കെ ഇട്ട് തിരുമിയതിന് ശേഷമാണ് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഈ ഒരു തരത്തിലാണ് വെക്കുക. അപ്പോൾ വേവ് കുറവുള്ളതാണ് ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായി വെന്ത് വന്നോളും. അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് ഈ ഒരു അവിൽ കറി വെക്കാമെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇതിനേക്കാളും ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജില്ല പറഞ്ഞൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അവിൽ കറി വെക്കാൻ അറിയാം. എന്നാലും നമ്മുടെ ചാനലിൽ ഞാനിതുവരെ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല, അതുകൊണ്ടാട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി ചതച്ചതും അതേപോലെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിലർ ഇഞ്ചി ചേർക്കില്ല കേട്ടോ. പിന്നെ ഒരു കഷ്ണം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ചൊരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചക്കറി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഏറ്റവും മുകളിൽ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് അവിൽ കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1.5 നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളികേരത്തിൻ്റെ അളവ് കുറവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചെടുക്കാം. ഇപ്പോൾ ചെറിയ തേങ്ങയാകാനായിട്ട് ഞാൻ ഇത്ര എടുത്തേക്കുന്നത്. അതിലേക്ക് നല്ല ജീരകം, അതേപോലെ 3-4 ചുമന്നുള്ളിയും, ഒരു 2 അല്ലി വെളുത്തുള്ളിയും, പിന്നെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നാളികേരത്തിൻ്റെ കൂട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. അപ്പോൾ നന്നായി പേസ്റ്റ് പോലെ അരയുക അങ്ങനെയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക വേണ്ടു. അപ്പോൾ അമ്മിയിലൊക്കെ ഒതുക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊന്നും തൈരൊന്നും ചേർക്കാറില്ല കേട്ടോ. തൈര് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, പുളിപ്പ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുന്നൊരു നിർബന്ധമില്ല. ഇനി ഇതിനെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നാളികേരം ഒതുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തപ്പോൾ എല്ലാവരും കൂടി മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തൈര് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളികേരം അരയ്ക്കുന്നതിലല്ലാണ്ട് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് അരപ്പൊക്കെ ഇട്ടതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പുളി അധികം ഇല്ലാത്തതായിരിക്കണം കേട്ടോ. പുളി കൂടിക്കഴിഞ്ഞാൽ കറി വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1 സ്പൂണൊക്കെ മതിയാവും. അപ്പോൾ നമ്മൾ കൈവച്ച് നോക്കുമ്പോൾ ചേനയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നാളികേരം കൂടി ഇട്ടിട്ട് കുറച്ച് നേരം കൂടി മൂടി വയ്ക്കുമല്ലോ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കുണ്ടല്ലോ ഇതിന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇടയിലൊരു തപ്പൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അത് ഡിസ്റ്റർബായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി വെള്ളമുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വരണം. അപ്പോൾ ചിലർക്ക് കുറച്ചിങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നതായിരിക്കും കറി ഇഷ്ടം. വെള്ളം പോലെ എന്ന് കരുതിയാൽ നന്നായി വെള്ളം പോലെ ലൂസായിട്ടല്ല, ഇത്തിരി ഒരു കുഴമ്പനെ പോലെ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ വീട്ടിലൊക്കെ എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ അവിൽ കറി എന്ന് പറയുമ്പോൾ 1 തൊടാണ്ട് നന്നായി ഡ്രൈ ആയിട്ടിരിക്കണം എന്ന് പറയും. അപ്പം അങ്ങനെയുള്ളവർ മുഴുവനായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരുവിധം ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം.
അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത്. പിന്നെ ഇതാ നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും അതേപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ചെല്ലുമ്പോൾ. ഇനി ഇതിനൊന്ന് മിക്സാക്കി എടുക്കാം. ഇതാ നമ്മളെ അവിൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൽ പച്ചക്കറികളൊക്കെ ഉണ്ടാകുമ്പോൾ അവിൽ കറിയൊക്കെ വെച്ച് നോക്കുക ഇതേപോലെ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക, അപ്പം ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ദാ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ സമയം 1 മണിയോടൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ നല്ല വിശപ്പിൻ്റെ സമയമാണ്. അപ്പോൾ ചൂടോടെ തന്നെ ചോറിൻ്റെ കൂടെ ഞാനിത് കഴിച്ച് തീർക്കട്ടെ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.